യെസ്, എന്തായാലും നമുക്കിതുമായി ബന്ധപ്പെട്ട പ്രദേശവാസിയുടെ ഒരു പ്രതികരണം കൂടി ലഭ്യമായിട്ടുണ്ട്. അതിലേക്ക് ഭയങ്കരമായ ഒരു ശബ്ദവും കേട്ട് 2-3 വിളിയും കേട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിടേ ഇന്നപോലെ ഇപ്പം പോയ വണ്ടി അപ്പുറത്തെങ്ങാണം വണ്ടി തട്ടിക്കൊണ്ട് ഇല്ലാന്നുള്ള നോക്കിയപ്പോൾ പോസ്റ്റ് ഭയങ്കര കുലുക്കം, വീട്ടടയ്ക്കണ പോസ്റ്റൊക്കെ ഭയങ്കര കുലുക്കം. അപ്പോൾ നമ്മൾ പറഞ്ഞ് വണ്ടി എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. വണ്ടി എടുത്തുകൊണ്ട് നമ്മളിവിടെ വന്നപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേര് അവിടെ നിൽപ്പുണ്ട്. ഒരാൾ ഇതിൻ്റെ അകത്തിരിക്കണം, ഒരു രക്ഷയില്ല, ഇവന്മാർ അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ വന്നപ്പോൾ ഒരു വിഷയമില്ല, നമ്മൾ അതുപോലെ വണ്ടി കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കണം. അവിടെ ഈ വിറവിൻ്റെ ചുള്ളി കംപ്ലീറ്റ് അങ്ങ് കിടക്കുകയായിരുന്നു. അപ്പോൾ ഇവർ അവിടെ നിന്ന് വന്ന് കയറി ഈ ഒടിഞ്ഞു വിടുന്നതിന് ശേഷമാണ് വന്ന് കയറി. വണ്ടി അവിടെ വയ്ക്കില്ലല്ലോ, വണ്ടി അവിടെ വയ്ക്കാക്കുള്ളൂ. ഇവർ ഇഞ്ഞ് കയറി വന്നതിന് ശേഷമാണ് ഇത് ഒടിഞ്ഞത്. സംഭവം ഇവരിവിടെ വന്ന് കയറിയത് ഇവിടെ നിന്ന് ഒടിയതും പോസ്റ്റിൽ ഒടിഞ്ഞ് ഇതിൻ്റെ പുറത്ത് വീഴുന്നത്, പോസ്റ്റ് ഓടി ഒടിഞ്ഞ് തന്നെ അങ്ങ് വീഴുന്നത്. ഈ കൂടെ നിന്ന് 2 ചാടി മാറിയതാണ്. അല്ലാതെ ഇവർ വരണമെങ്കിൽ അവിടെ വെച്ച് വണ്ടി കിടത്താക്കുള്ളൂ. ഈ നമ്മളാണ് ഈ ചുള്ളിയൊക്കെ പറക്കിനകത്തിട്ട് അങ്ങ് കിടന്നാണ് ആ ബൈക്ക് ഇരിക്കണതിൻ്റെ അവിടെ ഇവർക്ക് വണ്ടി വയ്ക്കാക്കുള്ളൂ, ഇങ്ങ് കയറി വരാക്കൂല. നമ്മളിവിടെ ഒരു മനുഷ്യനും ഇല്ല, ഇവർ 2, നമ്മൾ 3, അവന്മാർ 3, 6 പേരുകളായിരുന്നു. അതിൽ ഒരാൾ അപ്പോഴും തന്നെ കറണ്ട് അടിച്ചതിന് അപ്പോഴും തന്നെ മരിച്ചു തന്നെ ഇരിക്കുകയാണ് വണ്ടിക്കകത്ത്. യെസ്, ഇപ്പോൾ അക്ഷയുടെ കൂടെ ബൈക്കിൽ ഉണ്ടായിരുന്ന അമൽ കൂടി ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. അമൽ, സംസാരിക്കാമോ? സംസാരിക്കാം. അമൽ, വലിയ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായതെന്നറിയാം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എത്ര മണിയോടെയാണ് ഈ അപകടം ഉണ്ടായത്? മാം, നമ്മള് രാത്രി ഒരു 12 മണി കഴിഞ്ഞ് നമ്മള് കാറ്ററിങ്ങിന് പോയിട്ട് വരുമായിരുന്നു. നമ്മള് അടുത്ത് പനവൂർ വരെ നമ്മൾ 2 വണ്ടിയിലായിട്ട് 4 സുഹൃത്തുക്കളാണ് വന്നത്. എന്നിട്ട് പനവൂർ എത്തിയിട്ട് നമ്മള് 3 പേരും കൂടെ ഒരു ബൈക്കിലാണ് വന്നത്. അത് വീട്ടിന്റെ അടുത്തായതുകൊണ്ട് നമ്മള് ഒരുമിച്ച് അടുത്താണ് വീട്. അങ്ങനെ നമ്മൾ ഒരുമിച്ച് വന്ന് വരികയായിരുന്നു. അപ്പോഴ് ഈ റോഡില് സംഭവം ഈ മരവും ഒടിഞ്ഞ് പോസ്റ്റും കൂടെ വീണ് കിടക്കുമായിരുന്നു. നമ്മള് അവിടെ വെട്ടമൊന്നും ഇല്ലാതെ നമ്മൾ അടുത്തെത്തിയപ്പോഴാണ് ഈ സംഭവം കണ്ടത്. അപ്പോഴും നമ്മള് അതില് പോസ്റ്റിൽ വന്ന് ഇടിച്ച് നമ്മള് വീണ്. അപ്പോഴും നമ്മള് ബാക്കിൽ ഇരുന്ന് നമ്മള് തെറിച്ച് വീണ്. എന്നിട്ട് നമ്മള് ഈ ഫ്രണ്ടിൽ ഇരുന്ന് ഇവനെ ചെന്ന് ആ കിച്ചുവിനെ ചെന്ന് പിടിച്ച് എണിപ്പിക്കാൻ ശ്രമിച്ചതും നമ്മളെ ഷോക്ക് അടിച്ച്. അപ്പം ഇവന്റെ കാലൊന്ന് കമ്പി ടച്ച് ചെയ്ത് അങ്ങനെ ഇവന്റെ പുറത്ത് ഷോക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ അടിച്ച്. പിന്നെ നമ്മൾ നാട്ടുകാരെ അത്രയും വിളിച്ചു കൂട്ടി. എന്നിട്ട് നമ്മൾ ഇട്ടിരുന്ന ഉടുപ്പും ഡ്രസ്സൊക്കെ ഊരിയാണ് ഇവനെ ഷോൾഡറിൽ കൂടെയൊക്കെ ഇട്ടാണ് നമ്മൾ ഇവനെ അതിൽ നിന്ന് വലിച്ച് എടുത്തത്. അപ്പോഴത്തേക്ക് ഇവന്റെ ബോധം പോയായിരുന്നു, ബോധമൊന്നും ഇല്ലായിരുന്നു. അമൽ, ആ സമയത്ത് നാട്ടുകാരൊക്കെ വളരെ പെട്ടെന്ന് എത്തിയോ? നാട്ടുകാര് പെട്ടെന്ന് എത്തി. നമ്മള് വിളിച്ച് കോവിയപ്പം തന്നെ അടുത്തുള്ള നാട്ടുകാരൊക്കെ വന്ന്. അമൽ, ഇത് എവിടെയാണ് യഥാർത്ഥത്തിൽ? എവിടെയാണ് കൃത്യമായി സ്ഥലം? എവിടെയാണ് സ്ഥലം? നെടുമങ്ങാട്, പനവൂർ. ഓക്കെ. അപ്പൊ ഈ സമയത്ത് സാധാരണ ഇങ്ങനെ കാറ്ററിങ്ങിനൊക്കെ പോവാറുള്ളതാണോ നിങ്ങൾ എല്ലാവരും? നമ്മള് ശനി ഞായറൊക്കെ സ്ഥിരം കാറ്ററിങ്ങിന് പോയിട്ട് വരുന്നതാണ്. വിദ്യാർത്ഥികളാണോ എപ്പോഴും പോകുന്നതൊക്കെ? വിദ്യാർത്ഥികളാണോ? വിദ്യാർത്ഥികളാണ്. അമൽ എന്ത് ചെയ്യായിരുന്നു? ഞാൻ ഇപ്പൊ ITL പഠിക്കുവാണ്. അക്ഷയോ? അക്ഷയ ഡിഗ്രി 3rd ഇയർ. ഓക്കെ. അപ്പോ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപേ മരണം ഉണ്ടായെന്നാണോ മനസ്സിലാക്കുന്നത് അമൽ? നമ്മള് മനസ്സിലാക്കില്ല. നമ്മള് മാക്സിമം CPR ഒക്കെ കൊടുത്താണ് പോയത്. ആ ഒരു ഷോക്കില് നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ച് അവിടെ നിന്ന് അവര് നെടുമങ്ങാട് ഹോസ്പിറ്റലിലോട്ട് വിട്ടായിരുന്നു. എന്നിട്ടാണ് നമ്മൾ ഈ സംഭവം ഇങ്ങനെയാണെന്ന് അറിഞ്ഞത്. ഓക്കെ, ശരി അമൽ, എന്തായാലും ഈ അവസരത്തിൽ ഇങ്ങനെ സംസാരിക്കേണ്ടി വന്നതിൽ ദുഃഖമുണ്ട്. എന്തായാലും ഒരു സുഹൃത്തിൻ്റെ വേർപാട് കൂടിയാണ് അമലിനെ അടക്കമുള്ളവരെ ഇപ്പോൾ വേട്ടയാടുന്നതെന്നും അറിയാം. എന്തായാലും ഇത്രയും കാര്യങ്ങൾ തന്നെ സംസാരിച്ചതിൽ വളരെയധികം നന്ദി അമൽ. എന്തായാലും വലിയ ദാരുണമായൊരു അപകടമാണ് തിരുവനന്തപുരത്ത് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ 19കാരനായ അക്ഷയാണ്. അക്ഷയ് ഡിഗ്രി വിദ്യാർത്ഥി കൂടിയാണ്. അപ്പോൾ അക്ഷയ് കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് മടങ്ങവെയാണ് രാത്രി ഈ സംഭവം ഉണ്ടാകുന്നത്. വൈദ്യുതി ലൈൻ ഒപ്പം തന്നെ മരക്കൊമ്പും പൊട്ടി റോഡിൽ വീണിരുന്നു. എന്നാൽ വളരെ അടുത്തെത്തിയ ശേഷമാണ് അത് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ മരക്കൊമ്പിൽ ഇടിക്കുകയും ബൈക്ക് മറിയുകയും, ബൈക്കാണെന്ന് തോന്നുന്നു, ബൈക്ക് മറിയുകയും ചെയ്തു. അപ്പോൾ പിന്നിലുണ്ടായിരുന്ന 2 പേരാണ്. അതിലൊരാൾ അമലാണ്, മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. 2 പേരും തെറിച്ച് റോഡിലേക്ക് വീഴുകയും അവർ എണീറ്റ് അവിടെ നിന്ന് അക്ഷയെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അക്ഷയുടെ ദേഹത്ത് ആ ഷോക്ക് ഉണ്ടെന്ന് മനസ്സിലായത്. ഇവർക്ക് ഷോക്ക് ഏറ്റു. അങ്ങനെ അവർ രക്ഷിക്കാനുള്ള ശ്രമങ്ങളൊക്കെ അവിടെ തുടർന്നു. മരക്കൊമ്പൊക്കെ വെച്ച് അക്ഷയെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കാനൊക്കെ ശ്രമിച്ചു. അങ്ങനെ നാട്ടുകാരുടെ സഹായം കൂടെ തേടി അവരും എത്തിയിരുന്നു. പക്ഷേ ആ സമയത്ത് അക്ഷയ് അവിടെ തന്നെ വെച്ച് മരിച്ചിരുന്നു എന്നാണ് ഇവർ മനസ്സിലാക്കുന്നത്.
ഉണ്ടാക്കുന്നതെന്ന് പറയുന്നു. പിന്നീടാണ് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് അക്ഷയെ കൊണ്ടുപോകുന്നത്. എന്നാലും ഈ അപകടം, അതായത് ഈ ലൈൻ പൊട്ടി വീണതും മരം വീണതും ഒക്കെ ഏത് സമയത്താണ് അറിയില്ല. രാത്രി എപ്പോഴോ ആണോ അതോ ഇവർ വരുന്നതിന് തൊട്ട് മുൻപ് സംഭവിച്ച അപകടമാണോ എന്നുള്ള കാര്യത്തിലൊന്നും നിശ്ചയമില്ല. എന്തായാലും പലയിടത്തും ഈ വഴിവിളക്കുകളൊന്നും ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്തത് കൊണ്ട് തന്നെ റോഡിൽ ദൂരെ നിന്ന് തന്നെ ഈ സംഭവങ്ങളൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. വളരെ അടുത്തെത്തിയപ്പോൾ മാത്രമാണ് മരച്ചില്ല പൊട്ടി റോഡിൽ കിടക്കുന്നത് കണ്ടത്. പക്ഷെ അത് ബ്രേക്ക് ചെയ്ത് പിടിക്കുന്നതിന് മുൻപ് തന്നെ അതിൽ പോയി ഇടിക്കുകയും മറിഞ്ഞു വീഴുകയുമായിരുന്നു എന്നുകൂടിയാണ് കൂടെയുണ്ടായിരുന്ന അമൽ നൽകുന്ന വിവരം.